നമസ്കാരം. കേരളത്തിലെ ഒരു എം.എൽ.എയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സാലറി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും വിചാരിച്ചേക്കാം ലക്ഷങ്ങളാണെന്ന്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എം.എൽ.എമാരുടെ ബേസിക് സാലറി വെറും 2000 രൂപ മാത്രമാണ്. പക്ഷേ റിയൽ ഇൻകം വരുന്നത് മറ്റ് അലവൻസസും സാലറി കമ്പോണൻസും അതുപോലെ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളും വരുമ്പോഴാണ്. അപ്പോൾ കേരളത്തിലെ എം.എൽ.എമാരുടെയും മന്ത്രിമാരുടെയും സാലറിയും മറ്റ് ബെനഫിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതുപോലുള്ള ജനറൽ ഫാക്ട്സ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുക. എം.എൽ.എമാരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇവരിൽ ചിലരെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരായി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മന്ത്രിമാർക്ക് എം.എൽ.എമാരുടെ സാലറിയും അഡീഷണൽ ബെനിഫിറ്റ്സും ലഭിക്കും. ഒഫീഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡേറ്റ പ്രകാരം എല്ലാ ബെനിഫിറ്റ്സും ചേർത്ത് എം.എൽ.എമാർക്ക് ഏകദേശം 70,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് സാലറിയായി ലഭിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യുവൻസി, ടെലിഫോൺ, ട്രാവൽ അലവൻസസും ഓഫീസ് എക്സ്പെൻസ് അലവൻസ് പോലുള്ള മറ്റ് സാലറി കമ്പോണൻസ് ആണ്. അപ്പോൾ ബേസിക് ഫിക്സ്ഡ് സാലറി 2000 പോലെ ഒരു ചെറിയ തുകയാണെങ്കിലും മറ്റ് സാലറി കമ്പോണൻസ് വരുമ്പോൾ ഒരു മെച്ചപ്പെട്ട തുകയിലേക്ക് അതെത്തുന്നു. ഇനി മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ പാർട്ട്, പെൻഷൻ. ഒരു എം.എൽ.എ ആയിട്ട് മിനിമം സർവീസ് ചെയ്യുന്നയാൾക്ക് പോലും പെൻഷൻ എലിജിബിലിറ്റി ഉണ്ട്. മിനിമം പെൻഷൻ 8,000 രൂപ മുതൽ ഒരു ഫുൾ ടൈം കംപ്ലീറ്റ് ചെയ്താൽ 20,000 രൂപയോളമാണ് ലഭിക്കുന്നത്. ഇനി അഡീഷണൽ ടേംസ് സർവീസ് ചെയ്യുന്ന എം.എൽ.എ ആണെങ്കിൽ മാസം 1000 രൂപ വെച്ച് മാക്സിമം 50,000 രൂപ വരെ ഇവർക്ക് പെൻഷനായി ലഭിക്കും. ഇതിനെല്ലാം പുറമെ കോൺസ്റ്റിറ്റ്യുവൻസി വർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഓഫീസ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. മന്ത്രിമാരുടെ സാലറിയും ബെനിഫിറ്റ്സും. നമ്മൾ എം.എൽ.എമാരുടെ സാലറിയും ബെനിഫിറ്റ്സും കണ്ടു. പക്ഷേ ഒരു എം.എൽ.എ മന്ത്രിയാവുമ്പോഴാണ് അവരുടെ ബെനിഫിറ്റ്സും അതോടൊപ്പം റെസ്പോൺസിബിലിറ്റീസും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. കേരളത്തിലെ മിനിസ്റ്റേഴ്സിന് എം.എൽ.എമാരുടെ സാലറിക്ക് പുറമെ മറ്റ് മിനിസ്റ്റേറിയൽ സാലറി കമ്പോണൻസും വരും. റിപ്പോർട്ടുകൾ പ്രകാരം മന്ത്രിമാരുടെ ഓവറോൾ സാലറി ഏകദേശം 1,00,000-നും 1,50,000-നും ഇടയ്ക്കാണ് വരുന്നത്. അത് അവർ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട്ഫോളിയോ പോലെയുള്ള മറ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ സാലറി അല്ല, മറ്റ് ബെനിഫിറ്റ്സ് ആണ്. ഒരു മന്ത്രിയാവുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒഫീഷ്യൽ വെഹിക്കിൾ വിത്ത് ഡ്രൈവർ, ഗവൺമെന്റ് റെസിഡൻസ്, ട്രാവൽ അലവൻസസ്, സെക്യൂരിറ്റി എന്നതിന് പുറമെ മന്ത്രിമാർക്ക് വലിയൊരു ഓഫീസ് സ്റ്റാഫ് ടീമിനെ നിയമിക്കാൻ സാധിക്കും. ഇതിൽ ഉൾപ്പെടുന്നത് പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ സ്റ്റാഫ്, ഓഫീസ് വർക്കേഴ്സ്, ഡ്രൈവർ മുതലായ തസ്തികകളാണ്. ചില മന്ത്രിമാരുടെ ഓഫീസ് വർക്ക് ലോഡ് ഡിപ്പെൻഡ് ചെയ്ത് 20 പേഴ്സണൽ സ്റ്റാഫിനെ വരെ നമുക്ക് കാണാം. അതായത് എം.എൽ.എമാർക്ക് അലവൻസസ് ആണ് പ്രധാനമെങ്കിൽ മന്ത്രിമാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറും സ്റ്റാഫ് ഇക്കോസിസ്റ്റവുമാണ് മെയിൻ ഡിഫറൻസ്. ഇനി ഫൈനൽ ലെവലിലേക്ക് പോകാം. കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ഒരു ചീഫ് മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് മന്ത്രിയെക്കാളും വളരെ കൂടുതലാണ്. കാരണം സംസ്ഥാനത്തിന്റെ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിന്റെ സാലറി ഏകദേശം 1,50,000-നും 2,00,000-നും ഇടയ്ക്ക് വരും. പക്ഷേ ഇവിടെ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് സാലറി അല്ല, പവറും ഒഫീഷ്യൽ ഇക്കോസിസ്റ്റവുമാണ്. ചീഫ് മിനിസ്റ്ററിന് കിട്ടുന്ന പ്രധാന ഫെസിലിറ്റീസ് ഒന്ന് നോക്കാം. ഒഫീഷ്യൽ റെസിഡൻസ്, ഡെഡിക്കേറ്റഡ് കോൺവോയ് ആൻഡ് ഹൈ ലെവൽ സെക്യൂരിറ്റി, ഒഫീഷ്യൽ വെഹിക്കിൾസ്, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, ഫുൾ സ്കെയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സപ്പോർട്ട് പോലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോളിസി കോർഡിനേഷൻ, മീഡിയ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, പബ്ലിക് റിലേഷൻ മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി ഒരു വലിയ ടീം തന്നെയുണ്ട്. അതായത് എം.എൽ.എ ലെവലിൽ കോൺസ്റ്റിറ്റ്യുവൻസി മാനേജ്മെന്റ് ആണെങ്കിൽ, മന്ത്രിയുടെ ലെവലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ, ചീഫ് മിനിസ്റ്റർ ലെവലിൽ മുഴുവൻ സ്റ്റേറ്റിന്റെയും അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ കേരളത്തിലെ എം.എൽ.എമാരുടെയും മന്ത്രിമാരുടെയും ചീഫ് മിനിസ്റ്ററിന്റെയും സാലറിയും മറ്റ് ബെനിഫിറ്റ്സുകളെയും പറ്റി നമ്മൾ നോക്കി. ഇതിൽ ചിലർ പറയുന്നത് ഇത്രയധികം വർക്ക് ലോഡ് വരുമ്പോൾ അതനുസരിച്ച് മെച്ചപ്പെട്ട സാലറി വേണമെന്നാണ്. പക്ഷേ മറുഭാഗം പറയുന്നത് ടാക്സ് പേയേഴ്സിന് ഇത്രയധികം ലയബിലിറ്റി വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ജനറൽ ടോപ്പിക്സ് സിമ്പിളായി അനലൈസ് ചെയ്യുന്ന വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.